ഇപ്പോൾ നൊബേൽ പുരസ്കാരം ലഭിക്കാത്തതിൽ വൈറ്റ് ഹൗസിന്റെ വിമർശനം വന്നിട്ടുണ്ട്. സമാധാനത്തെക്കാൾ സമിതി രാഷ്ട്രീയത്തെ പരിഗണിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കുന്ന നടപടി തുടരുമെന്നും എക്സ്പോസ്റ്റ് വന്നിട്ടുണ്ട് വൈറ്റ് ഹൗസിന്റെ. വി എസ് സനോജ് തുടരുന്നുണ്ടത്. എനിക്കിപ്പം സനോജ്, ഇപ്പം അതാണ് സമാധാനം പുനഃസ്ഥാപിക്കുന്ന നടപടി വൈറ്റ് ഹൗസും ട്രംപും ഒക്കെ തുടരും. സമാധാനം കിട്ടാത്തതിൽ ചെറിയൊരു സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അതൊരു രാഷ്ട്രീയമായ ഒരു വളരെ ഡിപ്ലോമാറ്റിക് ആയ ഒരു പോസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അതിൽ വൈറ്റ് ഹൗസിൻ്റെ സ്പോക്സ് പേഴ്സൺ പറയുന്ന ഒരു വാചകമുണ്ട്, പ്രസിഡന്റ് ട്രംപ് വിൽ കണ്ടിന്യൂ മേക്കിംഗ് പീസ് ഡീൽസ് എന്നാണ്. അതായത് എൻഡിങ് വാർസ് ആൻഡ് സേവിങ് ലൈഫ്സ്. അതായത് ഹ്യൂമനിറ്റേറിയൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം സമിതി രാഷ്ട്രീയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ളൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ലോകരാഷ്ട്രീയം വെച്ച് ട്രംപ് വരും ഭാവിയിൽ ഈ പുരസ്കാരത്തിന് അർഹനാക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് ഈ വർഷം അദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കാൻ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെന്ന് ധ്വനിപ്പിക്കാൻ ഏതായാലും ഒരു US ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ 17 രാജ്യങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിച്ചു എന്നാണ് ട്രംപ് തന്നെ പറയുന്നത്. അതെ, അതുകൊണ്ട് തന്നെ അത് അടുത്ത വരും വർഷങ്ങളിലേക്ക് ട്രംപിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാർക്കോ റൂബിയെ പോലെ സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ പിന്തുണച്ച ഒരാൾക്ക് പുരസ്കാരം ലഭിക്കുന്നു. അദ്ദേഹം ട്രംപിൻ്റെ വളരെ വലങ്കൈയായ ഒരാളും കൂടിയാണ് എന്നുള്ള കാര്യം കൂടെ മറന്നുപോകരുത്. പക്ഷേ ഏതായാലും ഔദ്യോഗികമായി വൈറ്റ് ഹൗസ് ഇതിനെ വിമർശന സ്വരം ഉയർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത വരും വർഷം ഇക്കാര്യത്തിൽ ട്രംപിലേക്ക് കാര്യങ്ങൾ എത്തുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചെയ്തു. ശരി സനോജ്, ശരി. അപ്പോൾ സമാധാന നൊബേൽ പ്രഖ്യാപനം വന്നു. ഇത്തവണത്തെ സമാധാന നൊബേൽ കിട്ടിയിരിക്കുന്നത് വെനസ്വേലിയൻ പ്രതിപക്ഷ നേതാവായ മരിയ കൊറീന മച്ചഡോയ്ക്കാണ്. ഇതിനൊപ്പം തന്നെ ട്രംപിന്റെ ഈ വൈറ്റ് ഹൗസിന്റെ എക്സ് പോസ്റ്റ് കൂടെ വന്നിട്ടുണ്ട്. സമാധാനത്തെക്കാൾ സമിതി രാഷ്ട്രീയത്തെ പരിഗണിച്ചു എന്നാണ് എക്സ് പോസ്റ്റിൽ പറയുന്നത്.